അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പം ചീപ്പർ പ്ലാൻ നല്ല പ്ലാനാണോ? 5 ലക്ഷം രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് 20,000 രൂപയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പം ഉടനെ നമ്മുടെ കസ്റ്റമർ പോയിട്ട് പുറത്ത് നോക്കിയിട്ട് വന്ന് പറയുക, സാറേ വേറെ ഒരു കമ്പനിയിൽ 15,000 റുപ്പീസേ ഉള്ള 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവർ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് 5,000 റുപ്പീസ് നിങ്ങൾ പറയുന്ന കമ്പനിയിൽ കൂടുതലെന്ന്? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീമിയം കുറയുമ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് കുറയാനാണ് സാധ്യത. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. പ്രീമിയം കുറഞ്ഞ പ്ലാനിൽ സബ് ലിമിറ്റ്സ് വല്ലതും ഉണ്ടോ? ദാറ്റ് ഈസ് റൂം റെൻറ്റിൻ്റെ ചാർജ് അൺലിമിറ്റഡ് ആണോ? അത് നോക്കണം. ബിക്കോസ് പ്രീമിയം കുറഞ്ഞ കാരണം എന്തായിരിക്കാം, നമ്മുടെ സബ് ലിമിറ്റ് കാണും. റൂം റെൻറ്റ് 1% കിട്ടുകയുള്ളൂ. അതായത് 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത് 5,000 രൂപയെ കൂടുതലുള്ള റൂമിൻ്റെ എലിജിബിലിറ്റി ഇല്ല. രണ്ടാമത് ICUവിന് 2% കിട്ടുകയുള്ളൂ. അപ്പോൾ 5 ലക്ഷം രൂപയുടെ പോളിസിക്ക് 10,000 രൂപയുടെ എലിജിബിലിറ്റി എനിക്കുള്ളൂ. അപ്പം നമ്മൾ എടുക്കുന്ന പ്ലാൻ ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ആയിരിക്കണം. ലിമിറ്റ് പാടില്ല. റൂം റെൻറ്റിന് ലിമിറ്റ് പാടില്ല, ICUവിന് ലിമിറ്റ് പാടില്ല, ഓരോ ചികിത്സയ്ക്കും ഉള്ള ലിമിറ്റും പാടില്ലാത്ത ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. ചീപ്പസ്റ്റ് പ്ലാനല്ല നമ്മൾ നോക്കേണ്ടത്.